എൻ്റെ മോള് കള്ളം പറഞ്ഞതാണ്. ഞാൻ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഞാൻ അവളെ പഠിപ്പിച്ചത് കള്ളം പറയരുത് എന്നാണ്. പക്ഷെ അവൾ ഇത് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറപ്പായും കള്ളം പറഞ്ഞു. കാരണം ഈ ഒരു കള്ളം ഷാൻ ഒരിക്കലും അങ്ങനെ ഒരു തൊടേണ്ട കാര്യമില്ല. ഇവള് ഒപ്പിച്ച കള്ളം ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ ഉദിച്ച കള്ളമല്ല. കള്ളോണ്. കാരണം ഞാൻ കിച്ചണിൽ പോയിട്ടുമില്ല, ഞാൻ അവിടെ നിന്ന് വേവിച്ചിട്ടുമില്ല. കാരണം 4:30 മണി സമയം. അന്ന് അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഞാനിന്ന് പറയാൻ പോകുന്നത് യൂട്യൂബർ ആയിട്ടുള്ള നജിലയെ കുറിച്ചിട്ടാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ അവരെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തത്. ഇനി ഇവരെ കുറിച്ചിട്ട് ഒരു വീഡിയോയും ചെയ്യരുത് എന്ന് കരുതി തന്നെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവരുടെ ഈ ഒരു വീഡിയോയും ലൈവും ഒക്കെ കാണാൻ തുടങ്ങിയത്. കാരണം ഇവർ ഒരു ദിവസം തന്നെ 3-4 ലൈവും 2-3 വീഡിയോയൊക്കെ ഇടും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കണ്ണിൽ ശ്രദ്ധയിൽ പെട്ടുപോകും. അപ്പം എന്താ കാര്യം എന്നറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമ്പം നമുക്കതിനെക്കുറിച്ചിട്ട് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വരും. അല്ലെങ്കിൽ ഈ പറയുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് വീണ്ടും അവരെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഇടയായത്. അപ്പം നിങ്ങൾ പലർക്കും നജിലേനെ അറിയായിരിക്കും. നജില ഒരു യൂട്യൂബറാണ്. നജില നജീന്നും മഷൂറ ഫാത്തിമ എന്നും ഒക്കെയാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇടയ്ക്കിടയ്ക്ക് അവർ തോന്നിയതുപോലെ യൂട്യൂബ് ചാനലിൻ്റെ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കും. ഇവരുടെ 4ാമത്തെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഇവരുടെ ഭർത്താവിൻ്റെ പേരും കൂടെ ചേർത്തിട്ട് നജില ഷാൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ സമയത്തും ഓരോ പേരൊക്കെയാണ് ഇവരുടെ യൂട്യൂബ് ചാനലിനുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഇപ്പോഴുള്ള ഭർത്താവിനും ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തിട്ടുണ്ട്. നജില ഷാൻ എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെയും പേര്. ഇവർ മുഴുവനും ഒരു 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ 3 മക്കളും ഉണ്ട്. ഇപ്പം ഒരു 4-5 മാസം ഗർഭിണിയുമാണ്. പിന്നെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 കുട്ടികളുടെ അമ്മയാണ് നജില എന്ന് പറയുന്നത്. ഇവരെ എല്ലാവർക്കും അറിയാവുന്നത് ഭർത്താക്കന്മാർ ഇവരെ ഉപേക്ഷിച്ച് പോവുകയും അതുപോലെ തന്നെ ലാസ്റ്റായിട്ടുണ്ടായിരുന്ന ഭർത്താവ് മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഈ മക്കളെ വളർത്താനായിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നു. നമ്മുടെ റബ്ബറൊക്കെ ടാപ്പിംഗ് ചെയ്യുമല്ലോ, ആ ജോലി ചെയ്താണ് മക്കളെ വളർത്തുന്നത്. ഈ സമയങ്ങളിലൊക്കെ നജിലയുടെ ഉപ്പയും ഉമ്മയാണ് നജിലയ്ക്ക് ഒരു തുണയായിട്ടുണ്ടായിരുന്നത്. ഈ കുഞ്ഞു മക്കളെയൊക്കെ നോക്കാനും ഒക്കെ അവരായിരുന്നു ഒരു സഹായത്തിന് നജിലയ്ക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നജില ആദ്യം ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ഒരു ഏണിങ്സ് കിട്ടാൻ വേണ്ടി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നു. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവരുടെ ആ ഒരു സംസാരം, ഇവരെന്ത് പറഞ്ഞാലും ഈ മുസ്ലിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു അറബി ഭാഷയൊക്കെ അവർ പറയൂലേ, ഈ അവരുടെ ദൈവങ്ങളെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്നും അതുപോലെ തന്നെ ദുആ ചെയ്യണം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ പറയുന്നത്. ആരും ഒന്നും ഓർക്കരുത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കേൾക്കുന്നവർ ഓർക്കും ഇവർ ഭയങ്കര എന്തോ ദൈവഭക്തയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയാണ് ഇവരെന്നൊക്കെ കേൾക്കുന്നവർ ഓർക്കും. അതുപോലെ തന്നെ കുഞ്ഞു മക്കളെ വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയായിട്ടൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ഇവരെ സഹായിക്കുകയും, ഇവർക്കൊരു വീട് പോലും ഇല്ലായിരുന്നു. പറയുവാണെങ്കിൽ ഇവർക്കും ആ കുട്ടികൾക്കും ഒക്കെ നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. ഒരുപാട് പേര് പെട്ടി കണക്കിന് ഡ്രസ്സുകളും കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ അയച്ചു കൊടുക്കുകയും, അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബിലുള്ള ഒരുപാട് ഇവരുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ ഒരുപാട് പേര് അവർക്ക് പൈസ അയച്ചു കൊടുക്കുകയും അങ്ങനെ അവർക്ക് നല്ലൊരു വീടൊക്കെ പണിയുവാനും ഒക്കെ സാധിച്ചു. അപ്പോൾ ആദ്യം നല്ല ഒരു കുലസ്ത്രീ മോഡലിലിരുന്ന ഒരു സ്ത്രീ പിന്നീട് അങ്ങോട്ട് അവരുടെ ആ ഒരു ലാംഗ്വേജ്, അവരുടെ സംസാരം, അവരുടെ പ്രവൃത്തി എല്ലാം അങ്ങോട്ട് മാറി. പിന്നീട് ഒരു അധികാര ഭാവത്തിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ വളരെ പുച്ഛത്തോടെ പെരുമാറുന്ന രീതിയിലോട്ട് ഇവർ മാറി. അങ്ങനെ ഒക്കെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ ഒരാളുമായിട്ട് പ്രണയത്തിലാകുന്നു, ഷാൻ എന്ന് പറയുന്നൊരു പുള്ളിയായിട്ട്. അങ്ങനെ 1 വർഷത്തോളം ഇവർ സ്നേഹത്തിലാവുന്നു. ഇവർ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് ഈ ഷാൻ എന്ന് പറയുന്ന ആൾ ഇവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരുന്ന ലൈവിൽ പറയുന്നുണ്ട് ഈ വിവാഹത്തിന് മുമ്പ് 1 വർഷം മുമ്പേ ഷാൻ എനിക്ക് ചെലവിന് തരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർ ഒരു കാര്യം പറഞ്ഞാൽ അപ്പം മാറ്റി പറയുന്ന ഒരു സ്ത്രീ കൂടെയാണ് ഇവർ. അപ്പം അങ്ങനെയൊക്കെ എല്ലാവർക്കും തന്നെ ഈ നജിലേനെ അറിയാമായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചുരുക്കി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇനിയാണ് സംഭവ വികാസങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ, ഈ ഷാനിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയ ഓരോ പ്രശ്നങ്ങളും ഇവർ യൂട്യൂബിൽ ഇങ്ങനെ എടുത്തിടാനായിട്ട് തുടങ്ങിയത്. കാരണം ഇവരുടെ വിവാഹം എന്ന് പറഞ്ഞാലും വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇവർ വിവാഹം കഴിച്ചത്. ഈ ഷാനെ അവരുടെ വീട്ടിൽ നിന്ന്, അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഈ നജിലയുടെ ഉപ്പയും ഉമ്മയും കൂടെ കൈയോടെ പിടിച്ചു. അങ്ങനെ ഷാൻ്റെ കൂടെ ഈ നജില ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചു. പിന്നീട് മക്കളുമായിട്ട് ഷാൻ്റെ വീട്ടിൽ താമസിച്ചു. അവരുടെ ഉമ്മയായിട്ടൊന്നും പൊരുത്തപ്പെടാതെ അല്ലെങ്കിൽ അവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവർ തിരിച്ച്
ഈ പഴയ വീട്ടിലോട്ട് തന്നെ വന്നു. പിന്നെ അവിടെ താമസം തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ഗർഭിണിയായി. അപ്പം ഷെഫീന ബീബി അല്ലെങ്കിൽ ബീൻ ഫാമിലി അങ്ങനെ 1-2 വ്ളോഗേഴ്സുമായിട്ട് ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ലൈവ് ഇടുക, അവരെ ഇവരെയൊക്കെ കുറ്റം പറയുക, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള കള്ളത്തരങ്ങളെല്ലാം ഈ ബീൻ ഫാമിലി എന്ന് പറയുന്ന ആ യൂട്യൂബിൽ അവർ ഇടയ്ക്കിടയ്ക്ക് അടുത്ത് വെളിയിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവർ ലൈവ് ഇട്ട ബീൻ ഫാമിലി എന്ന് പറയുന്ന അവരെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഞാനത് പലപ്പോഴായും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ വ്ളോഗേഴ്സ് തമ്മിലുള്ള ഇഷ്യൂ അല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഷാനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് തൻ്റേതല്ലെന്നും അതുപോലെ തന്നെ ഇവരുടെ വയറ്റിനോട്ട് നാവിക്കോട്ട് പുറത്തിനോട്ടൊക്കെ ചവിട്ടുകയും അവരുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കുകയും അവരുടെ മകളുടെ ചെവിയിലോട്ടൊക്കെ ഈ ഷാൻ എന്ന് പറയുന്നവൻ കുടിച്ചിട്ട് ഭയങ്കര ഒരു മദ്യപാനിയായ ഒരാളെയാണ് ഈ നെജില വിവാഹം കഴിച്ചത്. അപ്പം നെജിലയ്ക്ക് അത് അറിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാളെ വിവാഹം കഴിച്ചതും. കാരണം ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഒന്ന് കല്യാണം കഴിക്കുകയും അതിൽ നിന്ന് മക്കളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ഈ കാര്യവും ഇയാൾ കുടിക്കും എന്നുള്ള കാര്യം എല്ലാം തന്നെ നെജിലയ്ക്ക് അറിയായിരുന്നു. നെജില പറയുന്നത് ആദ്യ ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് ഷാൻ ഇങ്ങനെ ആയത്, ഞാൻ സ്നേഹം കൊടുത്തെല്ലാം മാറ്റുമെന്ന് പറഞ്ഞാണ് നെജില ഇയാളെ കൊണ്ടുവന്നത്. പക്ഷേ നെജിലേനെ കല്യാണം കഴിച്ചപ്പം ഇയാൾ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ കുടിക്കാനും ഒക്കെ തുടങ്ങി. കാരണം യൂട്യൂബ് വരുമാന കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇയാൾക്കൊക്കെ ഇഷ്ടം പോലെ ആവശ്യത്തിന് കുടിച്ചും പാടിയും നടക്കാം, ജോലിക്കും പോകണ്ട, വീട്ടിൽ ചിലവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. ഭാര്യ അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ടല്ലോ, യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. കാരണം മിനിറ്റിന് ലൈവ് വിട്ട് ഒരു ദിവസം ഒരു 3-4 വീഡിയോ ഒക്കെ ഇടുന്ന ഒരു സ്ത്രീയാണ് നജില. എങ്ങനെ പോയാലും മാസം 1 ലക്ഷം രൂപ മേളിൽ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. ഈ ഷാനാണെങ്കിൽ ഇവരെ കല്യാണം കഴിച്ചത് വളരെ പ്ലാനിങ്ങോടെ തന്നെയായിരുന്നു. അങ്ങനെ ഇയാൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വളരെ കുടിച്ചിട്ട് പിന്നെ വാക്കത്തി എടുത്ത് മക്കളെ വെട്ടാൻ പോകുന്നു, ഇവരെ വെട്ടാൻ പോകുന്നു, അടുക്കളയെല്ലാം തല്ലി പൊട്ടിക്കുന്നു. ഇത്രയും ആക്രമണങ്ങൾ കാണിച്ചിട്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് അങ്ങോട്ട് ഒരു 3-4 ആഴ്ചത്തേക്കിനെ ഈ നജില സ്ഥിര ലൈവാണ്. ഇയാളെ ഓരോ കുറ്റങ്ങൾ മോശം പറഞ്ഞ് ഇയാൾക്ക് ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സരിത എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണുമായിട്ട് അവിഹിതം ഉണ്ടെന്നും ഇയാൾ ആദ്യ ഭാര്യനെ ഉപദ്രവിച്ചാണ് അവർക്ക് വയ്യാതായെന്നും ഇയാൾക്ക് പെണ്ണുങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നും ഇയാൾ ഭയങ്കര കുടിയനാണ്, കുടിക്കുന്ന കുപ്പികൾ കാണിക്കുന്നു, മക്കളെ ഉപദ്രവിക്കാൻ നോക്കുന്നു, അവരുടെ മകള് മസൂറ മോളുടെ ചെവിക്കകത്തോട്ട് ഇങ്ങനെ കുപ്പിയിലോ അങ്ങാണ്ട് വെള്ളം കോരി ഒഴിക്കുന്നു, അവരെ മസൂറനെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഷാൻ്റെ അടുത്ത് പറഞ്ഞ് ഷാനെ വിറ്റ് തന്നെ ഇവർ കുറേ പൈസ ഉണ്ടാക്കിയെന്ന് വേണം പറയാനായിട്ട്. കാരണം ഡെയിലി 10 മിനിറ്റ് ഇടവിട്ട് ഇവർ ലൈവ് ഇടുമായിരുന്നു. ഷാൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലൈവ് ഇടും. ലൈവ് എന്ന് പറയുമ്പോൾ 1-2 മണിക്കൂറുള്ള ലൈവുകൾ. ഇവരുടെ ഈ ചരിത്രം കേൾക്കാനല്ലെങ്കിലും എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി ആളുകൾ ഈ ലൈവൊക്കെ ഇരുന്ന് കാണുകയും ചെയ്യും. അങ്ങനെ ഇതൊരു പോലീസ് കേസാവുകയും പിന്നീട് ഒത്തുതീർപ്പായി ഷാൻ പിന്നെയും വീട്ടിൽ വരികയും ചെയ്തു. പിന്നീട് വീണ്ടും ഷാൻ കുടി തുടങ്ങി. ഷാനിന് കുടി നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവർ പിന്നെയും ലൈവും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. പിന്നീട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോവുകയാണെന്നും അതിനുള്ള മരുന്ന് കഴിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും ഷാൻ വീട്ടിൽ വരുന്നു. ഇത് തന്നെയായിരുന്നു പണി. ഇയാൾ മാറി നിൽക്കും, ഇവർ കുറ്റം പറഞ്ഞ് കുറേ പൈസ ഉണ്ടാക്കും, പിന്നെ ഇയാൾ വരും. ഇതൊക്കെ തന്നെയായിരുന്നു പണി. അങ്ങനെ ഇപ്പോൾ ഇവർ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലാസ്റ്റ് ഇവർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീട്ടിൽ നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ വയ്യ. എല്ലാം ഉമ്മയുടെ അടുത്തുനിന്ന്, അതായത് ഈ നജിലയുടെ ഉമ്മയുടെ അടുത്തുനിന്ന് കൊണ്ടുവരികയും അല്ലെങ്കിൽ മക്കളെ നോക്കാൻ വയ്യ, എവിടെയെങ്കിലും കറങ്ങാനും പറക്കാനും വെളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മക്കളെ അവിടെ വിട്ടിട്ട് പോകും. ഈ നജിലയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ നജിലയുടെ മക്കളെ നോക്കാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് നജില കണ്ടുകൊണ്ടിരുന്നത്. നജിലയുടെ പെൺകുട്ടിയെ അതായത് നജിലയ്ക്ക് ഒരു മോളുണ്ട്, മഷൂറ ഫാത്തിമ. ആ ഒരു മോളെ മാത്രമല്ല, ഈ 2 ആമക്കളുണ്ട്. ആ മക്കളെയും ഈ ഉമ്മ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം ഷാൻ്റെ കൂടെ ഇറങ്ങിപ്പോയ സമയത്ത് ഒരു മോനെ, ഈ നജിലയുടെ ഒരു മോനെ ഈ ഉമ്മ ഇവരുടെ കൂടെ വിടാതെ കൊണ്ടുവച്ച് നോക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ ഉമ്മയ്ക്ക് നജിലയുടെ അടുത്തുനിന്ന് മക്കളെ ഒന്ന് രക്ഷിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇവർ നല്ലൊരു ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കത്തില്ല. 24 മണിക്കൂർ ഇങ്ങനെ ലൈവ് വിട്ട് കാണുന്നവരെയൊക്കെ തെറിയും വിളിച്ച് മോശവും പറഞ്ഞ് പരദൂഷണവും പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെ ദൈവികമായ വാക്കുകളൊക്കെ ഉച്ചരിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു സ്ത്രീ
സ്ത്രീയാണ്. മക്കളെ നോക്കത്തില്ല, ഒന്നുമില്ല. പിന്നെ ഇവർ ഈ വലിയ ഇതിൽ പറയും ഈ ഗവൺമെൻറ് സ്കൂൾ കൊള്ളത്തില്ല, വലിയ ഇൻ്റർനാഷണൽ സ്കൂളുകളൊക്കെ നല്ലത്, എൻ്റെ മക്കളെ അങ്ങനെ വിട്ട് പഠിപ്പിക്കുന്നു. കുറച്ച് നേരം പറയാം എൻ്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല, ഡെലിവറിക്കുള്ള പൈസ ഇല്ലയെന്ന്. ചില സമയത്തൊന്ന് പറയും എൻ്റെ കയ്യിലുള്ള പൈസയും സ്വർണ്ണങ്ങളും കണ്ടാൽ നിങ്ങൾ ഞെട്ടും, എൻ്റെ ആസ്തി അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറയും. ഇവർ അപ്പം തോന്നിയതുപോലെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഇവരുടെ മൂത്ത മോളെ ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ വിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നന്നായിട്ട് പഠിക്കുന്ന മോളാണെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ഈ ഗവൺമെൻറ് സ്കൂളിൻ്റെ കാര്യം പറയുമ്പം ഭയങ്കര പുച്ഛവും കാര്യങ്ങളാണ്. അപ്പം ഇവർ പഠിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ഇവരുടെ ഉപ്പായിക്കും ഉമ്മായിക്കും ഒന്നും ഈ കൊച്ചുമോളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന മോള് ഇവരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് ഇവരുടെ ഉപ്പുപ്പാടെയും ഉമ്മുമ്മാടെയും ആ വീട്ടിലോട്ട് പോവുകയും ഇവരുടെ വീട്ടിലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പയ്യെ ആ വീട്ടിലോട്ട് മാറി. ലാസ്റ്റ് ഇപ്പം ഉപ്പുപ്പാടെയും ഉമ്മയുടെയും കൂടെയാണ്. അവർ ആ കുട്ടിയെ കൊണ്ടൊരു ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുവിട്ടു. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇതിപ്പം ഒരു ചൈൽഡ് ലൈന് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രശ്നം ആയിട്ട് മാറി. അവരൊക്കെ ഇടപെട്ട ഒരു പ്രശ്നമാണിപ്പോൾ ഇത്. അപ്പം എല്ലാവരും പറയുന്നത് ഈ കുഞ്ഞിന് ഇഷ്ടം ഉപ്പുപ്പാടെയും ഉമ്മുമ്മാടെയും കൂടെ നിൽക്കാനാണെങ്കിൽ കുഞ്ഞ് അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ 10 വയസ്സൊക്കെ ഉള്ളൊരു മോളാണ്. അപ്പം ഈ കുഞ്ഞ് കൗൺസിലിംഗ് എടുത്ത സമയത്ത് അവിടെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഷാൻ എന്ന് പറയുന്ന ആൾ, അതായത് നെജിലയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഈ കുഞ്ഞിനെ മോശമായിട്ട് ദേഹത്ത് തൊട്ടു എന്നുള്ള രീതിയിലൊക്കെ. ഇത് വെളിയിൽ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഈ നെജില വന്ന് ലൈവിൽ വന്നിട്ട് എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ മൊഴി കൊടുത്തു എന്ന് നാട്ടുകാരോട് പറയുകയാണ്. അപ്പം രഹസ്യമായിട്ട് ആ മോൾ കൊടുത്തിട്ടുള്ള മൊഴി ഇങ്ങനെ പരസ്യമായിട്ട് വന്ന് പറയുകയാണ്. അതുപോലെ തന്നെ സ്വന്തം മോളെ കുറിച്ചിട്ടാണ് ഇവർ ഈ ആദ്യം ഇരുന്ന്, നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടു കാണും, സ്വന്തം മോളെ കുറിച്ചിട്ടാണ് ഇരുന്ന് ചിലക്കുന്നത്. അവൾ കള്ളിയാണ്, അവൾ ഇവിടുത്തെ കാര്യം അവിടെ ചെന്ന് പറയും, അവിടുത്തെ കാര്യം ഇവിടെ ചെന്ന് പറയും. അതുപോലെ അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമില്ല, അവൾക്ക് ഫോൺ കണ്ടാൽ മതി, TV കണ്ടാൽ മതി എന്ന്. ഇതൊക്കെ പറയാൻ നിനക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? 24 മണിക്കൂറും ഫോണും കണ്ട് അല്ലെങ്കിൽ വീട്ടിലെ ഒരു മക്കളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എപ്പോഴും ഇങ്ങനെ നടക്കുന്ന വ്ളോഗും ചെയ്തുകൊണ്ട് നടക്കുന്ന നിനക്ക് മകളോട് ഫോൺ കാണരുത്, TV കാണരുതെന്ന് പറയാനായിട്ടുള്ള അർഹതയുണ്ടോ? അതുപോലെ തന്നെ നീ കള്ളം പറയത്തില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഒരാതെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അപ്പം വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് നിൻ്റെ മോളെ ഉപദേശിക്കാനുള്ള ആ ഒരു റൈറ്റ്സ് ഉണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അത് നിൻ്റെ മോള് തന്നെയാണ്. പക്ഷേ നീ പഠിപ്പിക്കുന്നതേ ആ കൊച്ച് അത് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവള് പറയിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതായത് ഈ ഷാൻ്റെ ഉമ്മേനെ പറ്റി മോശം പറയാനെന്നുള്ള രീതിയിൽ ഈ കൊച്ചിനെയും കൊണ്ട് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതേപോലെ തന്നെയല്ലേ നീ പഠിപ്പിക്കുന്ന പോലെയല്ലേ ആ മോള് ചെയ്യത്തുള്ളൂ. എല്ലാവർക്കും ഈ നജില എന്ന് പറയുന്ന സ്ത്രീയോട് ഇപ്പോൾ ഒരു വെറുപ്പാണ്. പക്ഷേ മക്കളോട് എല്ലാവർക്കും സ്നേഹം തന്നെയാണ്. ഇപ്പം ആ മോള് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം കാണും. ഇപ്പോൾ ഈ മോള് പറയുന്നത് പോലെ ഇവളുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള ഷാൻ ഈ മോളെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോള് പറയുന്നത് സത്യമല്ല എന്ന് പറയുകയും ഷാനിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ സ്വന്തം മോളിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു സ്ത്രീ, ഈ കുടിയനായ, അല്ലെങ്കിൽ ഇവള് തന്നെ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവ് അത്രയേറെ കൊള്ളത്തില്ലാത്തവനാണെന്ന്. എന്നിട്ട് പോലും എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല, ഇവള് കള്ളം പറയുക, ഇവള് മഷൂറയാണ് കള്ളം പറയുന്നതെന്ന് പറഞ്ഞ് മുഴുവൻ കുറ്റങ്ങളും ഈ കുട്ടിയുടെ ദേഹത്തോടാണ് ഇട്ട് കൊടുക്കുന്നത്. ആ കൊച്ച് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുകയും വെളിയിൽ പോയി പഠിക്കുകയും ചെയ്യേണ്ട കൊച്ചാണ്. ആ കൊച്ചിൻ്റെ എതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവള് ദിവസവും 3, 4, 5 ലൈവ് ഇടുകയും വീഡിയോ ഇടുകയും ചെയ്യുന്നത് കാണുന്നത് കൊണ്ടാണ് ഇപ്പം എനിക്കിങ്ങനെ പ്രതികരിക്കേണ്ടതായിട്ട് വരുന്നത്. ആ കൊച്ചിനെ അവരുടെ ഉപ്പുപ്പയും ഉമ്മയും നല്ല രീതിയിലാണ് നോക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ആ കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ട്, ആ കൊച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ആ കൊച്ചിന് ആ വീട്ടിൽ സേഫ്റ്റിയും ഉണ്ട്. ആ കൊച്ചിന് കംഫർട്ടബിൾ ആകുന്നത് ആ ഉപ്പുപ്പാടെയും ഉമ്മമാരുടെയും കൂടെ ആണെങ്കിൽ ആ കൊച്ച് അവിടെ തന്നെ നിൽക്കുന്നതാണല്ലോ നല്ലത്. അതുപോലെ തന്നെ ഇവള് പറയുന്നത് കേട്ടു, മഷൂറ മോൾക്ക് ഞാൻ എപ്പോഴും പഠിക്കാൻ പറയുന്നത് കൊണ്ടാണ് ഇവളോട് ദേഷ്യം എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഫോൺ കാണാൻ കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാനോ ഒന്ന് TV കാണാനോ ഒന്നും സമ്മതിക്കത്തില്ല. എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത് എല്ലാ മക്കൾക്കും ദേഷ്യം തന്നെയാണ്. അവർക്ക് കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് എപ്പോഴും ഫോൺ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഒരു ഇച്ചിരി നേരം കളിക്കാനോ TV കാണാനോ ഒക്കെ അവരെ വിടുക. TV എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കാണുക എന്നല്ല, അവരുടെയൊക്കെ ആ ഒരു റിലാക്സേഷന് വേണ്ടി കുറച്ച് നേരമൊക്കെ TV കാണാൻ വിടുന്നതിൽ തെറ്റില്ല പറയുന്ന ഒരമ്മ കൂടിയാണ് ഞാൻ. അപ്പം അതുപോലെ തന്നെ ഇവർ ആദ്യം കുറേ നാൾ ഭർത്താവിനെ വിറ്റ് കാശുണ്ടാക്കി, ഇപ്പം മകളെ വിറ്റ് കാശുണ്ടാക്കുന്നു. അതായത് മകളെ വിറ്റെന്ന് ഞാൻ പറഞ്ഞത് ഈ മകളുടെ പേരും പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പം എനിക്ക് ഈ വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത്, ഈ നജില എന്ന് പറയുന്ന സ്ത്രീയുടെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ റിപ്പോർട്ട് അടിക്കണം. അതുപോലെ തന്നെ ആ ചാനലിൽ നിങ്ങൾ കാണരുത്, മാക്സിമം കാണരുത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അതെടുത്ത് റിയാക്ട് ചെയ്യും. അപ്പോൾ സംഭവം നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ അത് നിങ്ങളെടുത്ത് കാണുക. ഇവരുടെ വീഡിയോ കാണുവോ, ലൈക്ക് ചെയ്യുവോ, കമൻറ്റ് ചെയ്യുവോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് റീച്ച് കിട്ടും, ലൈക്ക് ചെയ്താലും ഇവർക്ക് റീച്ച് കിട്ടും. അപ്പം ഇവർക്ക് ആവശ്യത്തിന് യൂട്യൂബ് ഏണിങ്സും കിട്ടും. ഇവരുടെ യൂട്യൂബ് ഏണിങ്സും കാര്യങ്ങളൊക്കെ കുറയുമ്പം ഇവരുടെ ഈ വാചകടിയും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ദൂഷിച്ച സ്വഭാവവും മാറി കിട്ടും. അപ്പോൾ എനിക്ക് ഇവരുടെ കാര്യത്തിൽ ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ ആരും അവളുടെ വീഡിയോ കാണാൻ നിൽക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.